നമ്മൾ ഗെയിംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ക്യാരക്ടർ കൺട്രോളർ. അതായത് ഒരു ക്യാരക്ടർ നടക്കുകയും ചാടുകയും ഓടാനൊക്കെ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതൊരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് യൂണിറ്റി ഓൾറെഡി ഒരു ഡീഫോൾട്ടായിട്ടൊരു പുതിയ ആസെറ്റായിട്ട് നമുക്കൊരു ക്യാരക്ടർ കൺട്രോളിനെ തരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ യൂണിറ്റി ഹബ്ബ് എടുക്കാം. യൂണിറ്റി ഹബിൻ്റെ പുതിയ വെർഷൻ ആയിരിക്കണം. പഴയ വെർഷൻ ആണെങ്കിൽ ഈ സംഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണാം 2D 3D അങ്ങനെ ഒരുപാട്. അതിൽ നമുക്ക് ഒരെണ്ണം കാണാൻ പറ്റുന്നുണ്ട്, തേർഡ് പേഴ്സൺ കോർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണാം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരെണ്ണം കാണാൻ പറ്റുന്നത് ഫസ്റ്റ് പേഴ്സൺ കോർ അങ്ങനെ കാണാം. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഡൗൺലോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ടെംപ്ലേറ്റ് ഓൾറെഡി ഡൗൺലോഡ് ആയിക്കോളും. ഉദാഹരണത്തിന് ഞാൻ തേർഡ് പേഴ്സൻ്റെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പേര് കൊടുക്കാം, തേർഡ് പേഴ്സൺ ഷൂട്ടർ എന്ന് അങ്ങനെ ഒരു പേര് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റിൽ കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊജക്റ്റ് ആദ്യമായിട്ട് ഓപ്പൺ ആയി വരുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പ്ലാഡ്സ് എന്നിരിക്കുക. ഓൾറെഡി നമുക്ക് നടക്കാനും ചുറ്റും നോക്കാനും ചാടാനും അതുപോലെ സ്പ്രിൻറ്റ് ചെയ്യാനും അതായത് ഓടാനും പറ്റുന്നൊരു ക്യാരക്ടർ കൺട്രോളിന് കിട്ടുന്നുണ്ട്. അത് ഈ കോണിപ്പടിയിലേക്ക് കയറാം, അങ്ങനെ ഒരുവിധ എല്ലാ സംഭവങ്ങളും അതിൽ ഓൾറെഡി ഉണ്ട്. വളരെ നീറ്റായിട്ട് കോഡ് ചെയ്ത സംഭവമാണ്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഈ കമ്പ്യൂട്ടറിൽ മാത്രമല്ല, ഇത് ഓൾറെഡി ബിൽട്ട് ഇൻ മൊബൈൽ ഇൻപുട്ട് സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. സിമുലേഷനിലിട്ട് ഇവിടെ ചാടാനും നടക്കാനൊക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ഗെയിം ആണെങ്കിലും പ്രോഗ്രാം ചെയ്ത് ഇതിൽ കൂടെ ചെയ്യാം. സോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു കോയിൻ കളക്ട് ചെയ്യുന്ന ഒരു ഗെയിം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യൊരു സ്ഫിയറിനുണ്ടാക്കാം. അതിന് റെഡ് കളർ കൊടുക്കാം. അതിൻ്റെ സൈസ് ഒന്ന് ഇത്തിരി കുറച്ചിട്ട് ഒരു 0.25. ഇനി അടുത്തതായിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. C# സ്ക്രിപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ട് സ്ഥലമുള്ളടത്ത് പോയിട്ട് ഓൺ ട്രിഗർ എൻ്റർ, അതായത് നമ്മൾ ഏതെങ്കിലുമായിട്ട് ഒരു ട്രിഗറായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഡിസ്ട്രോയ് ഗെയിം ഒബ്ജക്റ്റ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ആ സ്ഫിയറിലൊന്നുകൂടി ക്ലിക്ക് ചെയ്യാണ്. ഒന്ന് ലോഡാവട്ടെ. സ്ഫിയറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ട്രിഗറിൽ ഒന്ന് ടിക്ക് കൊടുക്കാം. ഈ സാധനത്തിന് നമുക്ക് പലയിടത്തായിട്ട് ഇങ്ങനെ വിതറി വെക്കാം. ഇത് വെച്ച് തന്നെ നമുക്കൊരു ഗെയിം ഉണ്ടാക്കാം. അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് കളക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒരു മിനിറ്റ്. സ്ഫിയർ. ഓക്കെ, സ്ഫിയറിൽ കളക്ട് കോയിൻ എന്നുള്ള സ്ക്രിപ്റ്റ് ഇട്ടിട്ടില്ല, അത് ഞാൻ ഇട്ടാണ്. ഇനി നമ്മൾ ഓരോ കോയിനും നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അത് കളക്ട് ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് ഒരു ഗെയിം ഉണ്ടാക്കാൻ വളരെ സുഖമായിട്ട് ഒരു അത്യാവശ്യം കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഗെയിം നമുക്ക് ഈ ആസെറ്റ് വെച്ചുണ്ടാക്കാം. അതുപോലെ തന്നെയാണ് ഈ ഇവിടെ കാണുന്ന ഫസ്റ്റ് പേഴ്സൺ ആസെറ്റും. ഒരു മിനിറ്റ്, ഫസ്റ്റ് പേഴ്സൻ്റെ ആസെറ്റും കാണാം ഇവിടെ. അതായത് കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ പോലെ ഫസ്റ്റ് പേഴ്സണലായിട്ടുള്ളൊരു ഗെയിം കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത്. അതുപോലെ തന്നെ ഒരു റേസിങ്ങിൻ്റെ ഒരു ഗെയിം ഉണ്ടാവും, കാർട്ട് മൈക്രോ ഗെയിം എന്ന് പറഞ്ഞിട്ട്. അതും ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഗെയിം ഉണ്ടാക്കാൻ പറ്റും. ഇതന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. മൊബൈൽ ഗെയിം ഉണ്ടാക്കാൻ ഒരു പണിയില്ല. കാരണം ഇവിടെ ഓൾറെഡി അതിൻ്റെ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം.